നമ്മളൊരു ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകുന്നത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പുതിയ ആരോഗ്യമന്ത്രി രോഗികളുമായി ആദ്യം ചർച്ച നടത്തി. അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പഠിക്കണമെന്ന് ഡോക്ടർ ഹാരിസ് തിരക്കൽ റിപ്പോർട്ടറിനോട്. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പലതും ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നു. ഉപകരണങ്ങളുടെ ക്ഷാമം ഇപ്പോഴുമുണ്ട്. അപേക്ഷകർ പരിഹരിക്കുന്നതിൽ വേഗം പോരാ. പുതിയ മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്നതിനേക്കാൾ നിലവിലുള്ളത് മെച്ചപ്പെടുത്തണം. എന്നാൽ ജനറൽ ആശുപത്രിയിലെ 2ാം മെഡിക്കൽ കോളേജ് എന്ന തീരുമാനത്തോട് യോജിക്കുന്നുവെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഹോസ്പിറ്റലിൽ വന്നിട്ട് രോഗികളുമായിട്ടാണ് ആദ്യം ചർച്ച ചെയ്യാനുള്ളത്, ഉദ്യോഗസ്ഥരുമായിട്ടല്ല. അവരുടെ പ്രധാന അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് പഠിച്ച് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത്. ഉപകരണങ്ങളുടെ ക്ഷാമം ഇപ്പോഴും ഉണ്ട്. കുറച്ച് അല്പമൊക്കെ പരിഹരിച്ചെങ്കിലും ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. പുതിയ ഉപകരണങ്ങൾ എത്തുന്നതിലുള്ള കാലതാമസവും അതിൻ്റേതായിട്ടുള്ള അത് മെയിൻ്റനൻസിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ജനറൽ ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ കോളേജ് ആക്കുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നു. ചികിത്സ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുതിയ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല. നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ മെച്ചപ്പെടുത്തുക. എം ജി പ്രദേശ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. എം ജി പ്രദേശ്, ഡോക്ടർ ഹാരിസ് തിരക്കൽ ഒരു വിസിൽ ബ്ലോവർ എന്ന നിലയ്ക്ക് വലിയ വെളിപ്പെടുത്തൽ നടത്തുകയും വലിയ വിവാദങ്ങളാവുകയും ഒക്കെ ചെയ്തതാണ്. ഒരു ഇൻസൈഡർ പുറത്തേക്ക് വന്ന ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ കേരളം എമ്പാടുമുള്ള ആളുകൾ ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും ചെയ്തു ആ പരിമിതികളെക്കുറിച്ച്. പുതിയ ആരോഗ്യമന്ത്രി അധികാരത്തിലേക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മാധു, പുതിയ സർക്കാരിലും ആരോഗ്യമന്ത്രിയിലും വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുകയാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. അദ്ദേഹം പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യമന്ത്രി ആദ്യം ചർച്ച നടത്തേണ്ടത് രോഗികളോടാണ്. അവരുമായി സംസാരിച്ച് അവരുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പഠിച്ച് പരിഹരിക്കണമെന്നതാണ് ഡോക്ടർ ഹാരിസ് ഹസൻ പറയുന്നത്. പലപ്പോഴും മന്ത്രിമാർ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് ചർച്ച നടത്തുന്നത്. സാധാരണക്കാരായ രോഗികൾക്ക് പറയാനുള്ളത് എന്താണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ് എന്ന് പലപ്പോഴും ആരും കേൾക്കാറില്ല. അത്തരത്തിലൊരു ഇടപെടൽ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നതാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഉപകരണങ്ങളുടെ ക്ഷാമമുണ്ട്. പല ഉപകരണങ്ങളും കിട്ടുന്നതിൽ കാലതാമസങ്ങളുണ്ട്. അപേക്ഷകൾ പരിഹരിക്കുന്നതിൽ വേഗം പോരാ. പല അപേക്ഷകളും ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. 2023 ഒരു ഉപകരണത്തിനായി അപേക്ഷ നൽകിയിട്ട് ഇതുവരെയും പരിഗണിക്കപ്പെട്ടില്ല എന്നതുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുകയാണ് വേണ്ടത്. പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിനേക്കാൾ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. ട്രോമ കെയറുകൾ കൂടുതലായി തുടങ്ങണം. അങ്ങനെയെങ്കിൽ ഈ പ്രധാനപ്പെട്ട എമർജൻസി സിറ്റുവേഷനുകളിലൊക്കെ തന്നെ അത് വളരെ ഗുണകരമായി മാറും. പക്ഷേ കെ മുരളീധരന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തിരുവനന്തപുരത്തെ 2ാം മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജ് രൂപീകരിക്കുന്നതിന് പൂർണ്ണമായും അതിനെ സ്വാഗതം ചെയ്യുകയാണ് ഡോക്ടർ ഹാരിസ് ഹസൻ. കാരണം ഈ പുതിയ മെഡിക്കൽ കോളേജ് ജനറൽ ആശുപത്രി കെട്ടിടത്തിൽ വന്നാൽ ഈ മെഡിക്കൽ കോളേജിലെ രോഗികളുടെ ബാഹുല്യം കുറയ്ക്കാൻ കഴിയും. മാത്രമല്ല, ചില ഡിപ്പാർട്ട്മെന്റുകളെ വേണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ വലിയ ഒരു ബുദ്ധിമുട്ട് നിലവിൽ മെഡിക്കൽ കോളേജ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുമെന്നതാണ് ഡോക്ടർ ഹാരിസ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ കൂടുതലായും പരിഗണിക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, അദ്ദേഹം നിലവിൽ ഈ ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ തന്നെ ഈ ഭരണ കേന്ദ്രത്തിലേക്ക് നിയമിച്ചത് വളരെ പോസിറ്റീവായി തന്നെ കാണുന്നു എന്നതാണ് പറയുന്നത്. വളരെ അപൂർവമായാണ് ഈ ഭരണകാര്യങ്ങളിൽ ഡോക്ടർമാരെ നിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതിന് പരിഹാരം കാണാനും ആ നടപടിയിലൂടെ കഴിയും എന്നതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാധവ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ആശുപത്രികളിലെ ശോചനീയാവസ്ഥ ഡോക്ടർ ഹാരിസ് തുറന്നു പറഞ്ഞത്. ചെറുതല്ലാത്ത രീതിയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. അന്ന് ഹാരിസ് ഹസൻ പറഞ്ഞ വാക്കുകൾ, പരാതികളൊക്കെ തന്നെ പരിഹരിക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിൽ കൂടിയും അത് പൂർണ്ണ തോതിൽ നടപ്പിലായില്ല എന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ പുതിയ സർക്കാർ അധികാരമേറ്റതോടു കൂടി തന്നെ ഈ പ്രശ്നങ്ങൾ പഠിക്കും, രോഗികളെ കേൾക്കും, അതുപോലെ അവരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോകും എന്നതാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്ന കാര്യവും. മാധു, ശരി, ഡോക്ടർ ഹാരിസ് തിരക്കലാണ് പുതിയ ആരോഗ്യമന്ത്രിയുടെ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുകയല്ല, നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഹാരിസ് തിരക്കൽ മുന്നോട്ട് വെക്കുന്നത്.